السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين، وأصلي وأسلم على رسوله الأنبياء والمرسلين وعلى آله وأصحابه أجمعين، أما بعد. كان الناس أمة واحدة فبعث الله النبيين مبشرين ومنذرين وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ സഹോദരീ സഹോദരങ്ങളെ, മതം മനുഷ്യനുമേൽ ചങ്ങലകൾ ഇടുകയാണെന്നും മതം മനുഷ്യൻ്റെ മനസ്സുകൾക്കുള്ളിൽ തീവ്രവാദത്തിൻ്റെ വിത്തുകൾ ഇട്ട് കൊടുക്കുകയാണെന്നും അത് സാവധാനം വളർന്ന് പൊങ്ങിക്കൊണ്ട് അവൻ്റെ ഉള്ളിൽ ഭീകരവാദവും അസഹിഷ്ണുതയും നിറക്കുന്നുവെന്നും ഇതിലൂടെ മനുഷ്യൻ ഒരു ഭീകരവാദിയായി തീരുകയാണ് ചെയ്യുന്നത് എന്നുമുള്ള മതത്തെക്കുറിച്ചുള്ള കുപ്രചരണങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി നടന്നുകൊണ്ടിരിക്കവേ മതം മനുഷ്യ നന്മക്ക് എന്ന വിഷയം ഏറെ പ്രസക്തമാണെന്ന് തോന്നുന്നു. എൻ്റെ വിഷയത്തിൻ്റെ കഴമ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് മനുഷ്യൻ ആരാണെന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. മാനവരാശിയുടെ തുടക്കം മുതൽ മനുഷ്യൻ സ്വന്തത്തോടായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ആരാണെന്ന ചോദ്യം, മനുഷ്യൻ ആരാണെന്നുള്ള ചോദ്യം. അതിനായി മനുഷ്യൻ പല വഴികളും തേടുന്നു അതിൻ്റെ അന്വേഷണങ്ങളിൽ. അതിന് അവന് നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് തയ്യാറാകുന്നു. തൻ്റെ അസ്തിത്വം, താൻ ആരാണെന്ന് മനസ്സിലാക്കാൻ, താൻ എന്തുകൊണ്ട് മറ്റ് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിക്കൊണ്ട് ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ, തൻ്റെ ശരീരത്തിലും തൻ്റെ മനസ്സിലുമെല്ലാം ഈ മാറ്റങ്ങൾ മറ്റ് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാൻ അവൻ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് തയ്യാറാകുന്നു. അതിലൂടെ അവന് ലഭിക്കുന്ന ഉത്തരങ്ങൾ പലപ്പോഴും വ്യത്യസ്തമാവുകയും അത് പല രീതിയിൽ പരസ്പര വൈരുദ്ധ്യങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഹവാർഡ് രസതന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ ആരാണെന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഉത്തരം, മനുഷ്യനെന്നാൽ 10 ഗാലൻ വെള്ളത്തിൻ്റെയും 7 ബാർ സോപ്പുകൾക്ക് ആവശ്യമായ കൊഴുപ്പിൻ്റെയും 9000 പെൻസിലുകൾക്കുള്ളിലെ കാർബണിൻ്റെയും 3000 തീപ്പെട്ടിക്കോലുകളിലെ ഫോസ്ഫറസിൻ്റെയും ഒരു ഇടത്തരം ആണിയുടെ ഉള്ളിലെ ഇരുമ്പിൻ്റെയും ഒരു കോഴിക്കൂട് ചായമടിക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പിൻ്റെയും കുറച്ച് മഗ്നീഷ്യത്തിൻ്റെയും കുറച്ച് സോഡിയത്തിൻ്റെയും എല്ലാം സംയുക്തമാണ് മനുഷ്യനെന്ന്. ഇതെല്ലാം കൂടിച്ചേർന്ന് അതിൻ്റേതായ അളവിൽ അതിൻ്റേതായ രീതിയിൽ ഇതെല്ലാം കൂട്ടിച്ചേർത്താൽ മനുഷ്യനായി തീരുമെന്നുമുള്ള ഉത്തരത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. അതേസമയം ആയിരക്കണക്കിന്, 10000കണക്കിന്, ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ മനുഷ്യനിലുണ്ടായ മാറ്റങ്ങളിലൂടെ മൃഗങ്ങളിലുണ്ടായ മാറ്റങ്ങളിലൂടെ, കുരങ്ങിലുണ്ടായ മാറ്റങ്ങളിലൂടെ, സാമൂഹ്യവും മാനസികവും ശാരീരികവുമായ അവനിലുണ്ടായ മാറ്റങ്ങൾ അവനെ മനുഷ്യനാക്കി തീർത്തുവെന്ന് ചാൾസ് ഡാർവിൻ പറയുന്നു. ഉൽപാദനോപകരണങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് സ്വന്തത്തിലും മാറ്റമുണ്ടാകുന്ന ജീവിയാണ് മനുഷ്യൻ എന്ന ഉത്തരത്തിലേക്കാണ്, അഥവാ മനുഷ്യനൊരു സാമ്പത്തിക ജീവിയാണ് എന്ന ഉത്തരത്തിലേക്കാണ് കാറൽ മാർക്സ് എത്തിച്ചേരുന്നത്.
മനുഷ്യൻ ജനനം മുതൽ മരണം വരെ ലൈംഗികതയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നും അവൻ ജനിച്ചു തുടങ്ങുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാകുന്ന അവൻ്റെ മാതാവിനോടും പിതാവിനോടും ഉണ്ടാകുന്ന സ്നേഹമെല്ലാം അവൻ്റെ ലൈംഗികതയുടെ ഭാഗമാണെന്നും ആ ലൈംഗികതയാണ് അവനെ ജീവിതത്തിൽ എല്ലാം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതെന്നും അവൻ്റെ ജീവിതത്തിൽ അവനെ മുന്നോട്ട് നയിക്കുന്നത് അവൻ്റെ ലൈംഗികേച്ഛകളാണ്, ലൈംഗിക താല്പര്യങ്ങളാണ് എന്നും ഉത്തരം ലഭിക്കുകയാണ് സൈക്കോ അനാലിസിസിൻ്റെ പിതാവും പ്രശസ്ത ന്യൂറോളജിസ്റ്റുമായ ഡോക്ടർ സിഗ്മണ്ട് ഫ്രോയിഡിന് കിട്ടിയത്. ഈ ഉത്തരങ്ങളുടെ ശരിയോ തെറ്റോ നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. എന്നിരുന്നാലും മനുഷ്യൻ ആരാണ് എന്ന ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരങ്ങൾ ഈ വിശദീകരണങ്ങൾ നൽകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മനുഷ്യൻ ആരാണ്, മനുഷ്യൻ എന്തുകൊണ്ട് മറ്റ് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതിന് നൽകാൻ കഴിയുന്നില്ല. മനുഷ്യനെന്നാൽ ഈ ജന്തു പ്രപഞ്ചത്തിലെ എത്രയോ കണക്കിന് ജീവികളിലെ, ലക്ഷക്കണക്കിന് ജീവി വസ്തുക്കളിലെ ഒരു ജീവജന്തുവാണ് മനുഷ്യൻ എന്നതിലുപരി തൻ്റെ ഇഷ്ടപ്രകാരം ചലിക്കാൻ കഴിയുന്ന ഒരു മൃഗമാണ് മനുഷ്യൻ എന്നതിലുപരി പ്രസവിക്കാൻ കഴിയുന്ന സസ്തനികളിൽ ഒരു ഉത്കൃഷ്ട സൃഷ്ടിയാണ് മനുഷ്യൻ എന്നതിലുപരി മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് എന്താണ്? ആയിരക്കണക്കിന് സസ്തനികളുണ്ട്, എന്നാൽ ആ സസ്തനികളിൽ നിന്ന് മനുഷ്യരെ വ്യത്യസ്തനാക്കുന്നത് എന്താണ്? മനുഷ്യന് ജന്മന നൈസർഗികമായി യാതൊരു കഴിവുമില്ലാത്ത മനുഷ്യൻ എല്ലാം നേടിയെടുക്കുന്നു. എങ്ങനെ? മനുഷ്യൻ സൂപ്പർ ആനിമൽ ആണെന്ന ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുന്നു. പലരും പറയുന്നു മനുഷ്യൻ ഒരു സൂപ്പർ ആനിമൽ ആണെന്ന്. എന്നാൽ മനുഷ്യനെ സൂപ്പർ ആനിമൽ ആക്കുന്നത് എന്താണ്? മനുഷ്യനെ സൂപ്പർ ആനിമൽ ആക്കുന്നത് അവൻ്റെ കണ്ണുകളാണോ? എന്നാൽ അവൻ്റെ കണ്ണുകളെക്കാൾ കാഴ്ചയുള്ള അൾട്രാ വയലറ്റ് രശ്മികൾ പോലും കാണാൻ കഴിയുന്ന പക്ഷികൾ ഉണ്ടാകവേ, രാത്രികളിൽ കണ്ണ് കാണുന്ന മൂങ്ങകൾ ഉണ്ടാകവേ, ആകാശത്ത് പറന്ന് ചുറ്റിയടിക്കുന്ന പരുന്തുകൾക്ക് കരയിലുള്ള തൻ്റെ ഇരയെ എത്രയോ ദൂരെ നിന്ന് കാണാൻ കഴിയുന്നത് അതിൻ്റെ കണ്ണുകളുടെ ശക്തിയാണ് മനുഷ്യനേക്കാൾ കണ്ണിന് കാഴ്ചയുണ്ടാവയ്ക്കും. അപ്പോൾ മനുഷ്യൻ്റെ കണ്ണുകളല്ല മനുഷ്യനെ സൂപ്പർ ആനിമലാക്കുന്നത്. പിന്നെ മനുഷ്യൻ്റെ കാതുകളാണോ? 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 20,000 ഹെഡ്സ് മുതൽ 1,00,000 ഹെഡ്സ് വരെ ശബ്ദം കേൾക്കാൻ കഴിയുന്ന വവ്വാലുകൾ ഉണ്ടാകവേ, അതിലേറെ ശക്തിയുള്ള ശബ്ദം കേൾക്കാൻ കഴിയുന്ന മോത്തുകൾ എന്ന് വിളിക്കപ്പെടുന്ന ചുമരുകളിൽ പൂമ്പാറ്റകളെ പോലെ കാണപ്പെടുന്ന വസ്തുക്കൾ ഇവയുണ്ടാകവേ, അവിടെയും മനുഷ്യൻ സൂപ്പർ ആനിമൽ ആകുന്നത് അവൻ്റെ ചെവികളല്ല, അവൻ്റെ കാതുകളല്ല എന്ന് തെളിയിക്കുന്നു. അവൻ്റെ കൈകളാണോ? അവനേക്കാൾ ശക്തിയുള്ള കൈകളുള്ള ഗൊറില്ലകളുണ്ട്. തന്നെക്കാൾ 20 ഇരട്ടി ശക്തിയുള്ള സാധനങ്ങൾ പൊക്കാൻ, തന്നെക്കാൾ 20 ഇരട്ടി ഭാരമുള്ള സാധനങ്ങൾ പൊക്കാൻ കഴിവുള്ള ഗൊറില്ലകൾ ഉണ്ടാകവേ, മനുഷ്യനല്ല. മനുഷ്യനെ സൂപ്പർ ആനിമൽ ആക്കുന്നത് അവൻ്റെ കൈകളുമല്ല, അവൻ്റെ കാലുകളേക്കാൾ ശക്തിയുള്ള, അതിലേക്കാൾ വേഗതയിൽ ഓടാൻ കഴിയുന്ന മൃഗങ്ങളുണ്ട്, ചീറ്റപ്പുലിയെ പോലെയുള്ള മൃഗങ്ങൾ. അപ്പോൾ മനുഷ്യനെ സൂപ്പർ ആനിമൽ ആക്കുന്നത് അവൻ്റെ കാലുകളുമല്ല. പിന്നെ മനുഷ്യനെ മാറ്റി നിർത്തുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു വെച്ചതുപോലെ നൈസർഗികമായി യാതൊരു കഴിവുമില്ലാത്ത മനുഷ്യൻ അവൻ സാവധാനം എല്ലാം നേടിയെടുക്കുന്നു. മറ്റു മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം താൻ ജനിച്ചു വീഴുമ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് തൻ്റെ അമ്മയുടെ അമ്മിഞ്ഞയിലേക്ക് വായ വെക്കാൻ വേണ്ടി ഓടുന്ന, നടന്നെടുക്കുന്ന മൃഗങ്ങൾ, മനുഷ്യനത് കഴിയുന്നില്ല. മനുഷ്യന് സഹായം വേണം. എന്നാൽ മനുഷ്യനായിത്തീരുന്നു മറ്റെല്ലാത്തിനെയും, ഈ മൃഗങ്ങളെയെല്ലാം തൻ്റെ കൈകളിൽ ഒതുക്കാൻ കഴിയും വിധം ശക്തനായി അവൻ തീരുന്നു. അവൻ്റെ കഴിവ്, അവിടെയാണ് അവൻ മാറി നിൽക്കുന്നത്. ഇതിന് കാരണം എന്താണ്? അവന് മാത്രം മറ്റു മൃഗങ്ങളിൽ നിന്ന് ഉത്കൃഷ്ടമായ തലച്ചോറിനുടമയാക്കിയത് അവനെ എന്താണ്? അവന് മാത്രം ഇത്രയും ശക്തിയുള്ള, സ്വന്തത്തിന്
ഗവേഷണ പരീക്ഷണങ്ങളിലൂടെ മുന്നോട്ട് നയിക്കുന്ന അവൻ്റെ തലച്ചോറ് ഇത്രയും ഉത്കൃഷ്ടം, ഇത്രയും അധികം മെമ്മറികൾ സൂക്ഷിക്കാൻ കഴിയുമാർ അവൻ്റെ തലച്ചോറ് എന്തുകൊണ്ടുണ്ടാക്കപ്പെട്ടു? അവനെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനുള്ള ഏറ്റവും ഉത്കൃഷ്ടമായ കഴിവെന്നാൽ നന്മയെയും തിന്മയെയും വേർതിരിച്ചറിയാനുള്ള കഴിവാണ് എന്നതുകൊണ്ടാണ്. മനുഷ്യൻ മാറി നിൽക്കുന്നത് അവിടെയാണ്. നന്മ ചെയ്തുകൊണ്ട് ഏറ്റവും ഉത്കൃഷ്ടനായി തീരുവാനും അല്ല, തിന്മ ചെയ്തുകൊണ്ട് അധമരായി തീരുവാനും മനുഷ്യന് കഴിയുന്നു. അതാണ് മനുഷ്യനെ മാറ്റി നിർത്തുന്നത്. അപ്പോൾ മനുഷ്യന് നന്മ എന്താണ്, തിന്മ എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കണം. നന്മ എന്താണ്, തിന്മ എന്താണ്, നന്മ എന്തുകൊണ്ട്, തിന്മ എന്തുകൊണ്ട്? ഇത് പറഞ്ഞു തരാൻ, നന്മ എന്താണെന്നും തിന്മ എന്താണെന്നും പറഞ്ഞു തരാൻ ശാസ്ത്രത്തിന് കഴിയില്ല. ശാസ്ത്രീയ ലബോറട്ടറികളുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമുക്ക് ശാസ്ത്രീയമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല ഇത് നന്മയാണ് ഇത് തിന്മയാണെന്ന്. ശാസ്ത്രം ആ കാര്യത്തിൽ വൻ പരാജയമാണ്. ശാസ്ത്രം പരാജയമാണ് ആ കാര്യത്തിൽ. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും പൊട്ടിയ ആണവ ബോംബുകൾ ലോക മനസ്സാക്ഷിയെ ഭീതിയുടെയും അസ്വസ്ഥതയുടെയും ആഴങ്ങളിലേക്ക് തള്ളിവിട്ട ഈ സന്ദർഭം, ഈ ഒരു മനുഷ്യനെന്നും വേദനയോടെ ഓർക്കുന്ന ആ ഒരു പൊട്ടിത്തെറി, അതിന് നിദാനമായത് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ E=mc² എന്ന സിദ്ധാന്തമാണ്. ദ്രവ്യത്തെ ഊർജ്ജമാക്കി മാറ്റുവാനുള്ള എന്നും ലോകത്തിന് ശാസ്ത്രീയ പിടുത്തങ്ങൾക്ക് അതിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ളൊരു കണ്ടുപിടുത്തം, അത് ശാസ്ത്രം ഉപയോഗപ്പെടുത്തിയത്, അത് അന്നത്തെ ലോകം ഉപയോഗപ്പെടുത്തിയത്, അന്നത്തെ വൻകിട രാഷ്ട്രങ്ങൾ അതിനെ ഉപയോഗപ്പെടുത്തി മറ്റുള്ളവൻ്റെ ചോര ചിന്തുവാനായി, മറ്റുള്ളവനെ വേദനിപ്പിക്കുവാൻ വേണ്ടി അത് ഉപയോഗപ്പെടുത്തി. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മ എന്താണ് തിന്മ എന്താണ് എന്നത് വേർതിരിച്ചു കൊടുക്കാൻ ശാസ്ത്രത്തിന് കഴിയുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഈ സമയമാണല്ലോ ആൽബർട്ട് ഐൻസ്റ്റൈനും അന്നുണ്ടായിരുന്ന പ്രശസ്ത ശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനും ഫിലോസഫറും കൂടെ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റുമായിരുന്ന ബർട്ടൺ റസ്സലും കൂടിയിട്ട് ഐൻസ്റ്റൈൻ റസ്സൽ മാനിഫെസ്റ്റോ എന്ന മാനിഫെസ്റ്റോ ഉണ്ടാക്കിക്കൊണ്ട് ലോക രാജാക്കന്മാരുടെ, അന്നത്തെ ലോക നേതാക്കന്മാരുടെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് അവർ പറഞ്ഞില്ലേ, ഇനി ഇങ്ങനത്തെ യുദ്ധം വേണ്ട എന്ന്. ശാസ്ത്രത്തെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തരുത് എന്നവർ കരഞ്ഞ് പറഞ്ഞ സന്ദർഭം നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. ഇവിടെ ശാസ്ത്രത്തിന് കാണിച്ചു തരാൻ കഴിയുന്നില്ല നന്മ എന്താണ് തിന്മ എന്താണ് എന്ന്. നന്മ എന്താണ് തിന്മ എന്താണ് എന്ന് കാണിച്ചു തരാൻ ശാസ്ത്രത്തിന് കഴിയുന്നില്ല, പിന്നെ എന്തിന് കഴിയും? ഇവിടെയാണ് മാനവരാശിയുടെ തുടക്കം മുതൽ നന്മ എന്താണ് തിന്മ എന്താണെന്ന് മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കാൻ, അവന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മാനവരാശിയുടെ തുടക്കം മുതൽ പ്രവാചകന്മാരുടെ ആഗമനമുണ്ടായത്. പ്രവാചകന്മാർ പഠിപ്പിച്ചു കൊടുത്തു സമുദായത്തിന് നന്മ എന്താണ് തിന്മ എന്താണെന്ന്. നീ നന്മ ചെയ്ത് ഏറ്റവും ഉത്കൃഷ്ടനായി തീരാൻ നിനക്ക് കഴിയും. നീ നന്മ ചെയ്താൽ, നീ നന്മ അനുഷ്ഠിച്ചുകൊണ്ട് നിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ നിനക്ക് നാളെ മരണമുണ്ടാകുന്നു. നീ മരിക്കുമെന്നത് ഉറപ്പാണ്. നീ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് നാളെ ഒരു ലോകമുണ്ട്. ആ ലോകത്തേക്ക് നീ പോകേണ്ടതുണ്ട്. ആ ലോകത്തേക്ക് പോകുമ്പോൾ പോകുമ്പോൾ അവിടെ നീതിന്യായ വ്യവസ്ഥ ഏറ്റവും ഉന്നതമായതാണ്. അവിടെ യാതൊരാൾക്കും, അവിടെ കറുത്തവനോ വെളുത്തവനോ എന്ന യാതൊരു വ്യത്യാസവുമില്ല, ശക്തനോ അശക്തനോ എന്ന യാതൊരു വ്യത്യാസവുമില്ല, സമ്പന്നനോ പാവപ്പെട്ടവനോ എന്ന യാതൊരു വ്യത്യാസവുമില്ലാത്ത ആ കോടതിയിൽ നിനക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ, ശാശ്വത സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നീ നന്മ നിറഞ്ഞ ജീവിതം നയിക്കണമെന്നും ആ നന്മകൾ ഇതെല്ലാമാണ് എന്നും പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി പ്രവാചകന്മാർ നിയോഗിതരായി. അതേസമയം നീ തിന്മകൾ അനുഷ്ഠിച്ചുകൊണ്ട് നിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ നീ നിത്യനരകത്തിലേക്ക് ആപതിക്കുമെന്നും അവിടെ നിനക്ക് യാതൊരു രക്ഷയും ഉണ്ടാവില്ല എന്നും പഠിപ്പിച്ചു കൊടുത്തു പ്രവാചകന്മാർ. എന്നാൽ ഈ പ്രവാചകന്മാരുടെ കാലശേഷം അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാർ തന്നെ അതിൽ മാറ്റങ്ങൾ വരുത്തുവാനും അവർ കൊണ്ടുവന്ന ആദർശത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും അവിടെ പിന്നീട് അവരുടെ ഇഷ്ടാനുസൃതം ആ ആദർശങ്ങൾ വ്യത്യാസമുണ്ടാക്കുവാനും
ഒരു വ്യത്യാസം ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെയായപ്പോൾ പിന്നീട് മറ്റു പ്രവാചകന്മാരിറങ്ങി. ഓരോ പ്രവാചകന്മാരുടെ കാലശേഷം അവരുടെ ആദർശങ്ങളിൽ മാറ്റങ്ങൾ വരുത്തപ്പെട്ടപ്പോൾ അതിനുശേഷം വേറെ പ്രവാചകന്മാരിറങ്ങുകയും ഈ പ്രവാചകന്മാരിലൂടെ തിരിച്ച് നന്മയുടെയും തിന്മയുടെയും നേരായ പാത അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു പ്രവാചകന്മാർ. അപ്പോൾ അതിലൂടെ മറ്റ് മതങ്ങളുണ്ടായി. അങ്ങനെ മതങ്ങളുടെ തുടക്കമുണ്ടായി. ആദ്യമുണ്ടായിരുന്ന ആദർശങ്ങളെല്ലാം അത് അവർ വേറെ മതമായി തീരുകയും അവിടെ മതങ്ങളുടെ തുടക്കമുണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് മതങ്ങൾ തുടങ്ങുന്നത് ലോകത്ത്. അങ്ങനെ ഈ മതങ്ങൾക്ക് ഈ മതങ്ങളെല്ലാം ഓരോ ആദർശങ്ങൾ പഠിപ്പിക്കുകയും ഓരോ പ്രവാചകന്മാരുടെ കാലശേഷവും അതിൽ മാറ്റങ്ങൾ വരുത്തപ്പെടുകയും ചെയ്തപ്പോൾ അവസാനമായി കൊണ്ടൊരു പ്രവാചകനെ ഇറക്കുകയും ആ പ്രവാചകനിലൂടെ ലോകത്തിന് മുന്നിൽ ഈ ആദർശത്തിൻ്റെ പൂർത്തീകരണം ഉണ്ടാവുകയും ചെയ്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തു, ഇതാണ് യഥാർത്ഥത്തിലുള്ള പാത എന്നും ഇനി ഈ പാതയിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല, യാതൊരു മാറ്റവും ഉണ്ടാവില്ല, ഇനി ആർക്കും ഇതിൽ ഒരു കൈകടത്തലുകളും ചെയ്യാൻ കഴിയില്ല എന്നും ഈ ആദർശത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 3-ാം സൂക്തത്തിൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കും ഇസ്ലാമ ദീന. ഇസ്ലാമിനെ ഒരു ദീനായിക്കൊണ്ട് പ്രഖ്യാപിക്കുകയും ഇനി ഈ ദീനിൽ യാതൊരു വ്യത്യാസവും യാതൊരു തരത്തിലുള്ള കൈകടത്തലുകൾക്കും ഈ ദീൻ ഒരിക്കലും നിദാനമാവുകയില്ല എന്നും ഇത് ഒരിക്കലും ഒരാളുടെയും കൈകടത്തലുകൾ ഇതിലുണ്ടാവില്ല എന്നും പഠിപ്പിച്ചു കൊടുത്തു ഖുർആനിലൂടെ. ആ ഖുർആൻ ഗ്യാരണ്ടി തരുന്നു ലോകത്ത് ഈ ആദർശത്തിന് യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല എന്ന്. ഈ ഖുർആനാണ് ലോകം എന്നും ഇന്ന് ലോകാവസാനം വരെ മനുഷ്യൻ ഒരു മുസ്ലിം കയ്യിലേന്തിക്കൊണ്ട് തുറന്ന് പറയുന്നത് ഈ ഖുർആനാണ് ഞങ്ങളുടെ ആദർശമെന്ന്. ഈ ഖുർആനിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല, യാതൊരു മാറ്റവും ഉണ്ടാവില്ല, യാതൊരു തരത്തിലുള്ള കൈത്തിരുത്തലുകൾക്കും ഇത് നിദാനമാവുകയില്ല. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 82-ാം സൂക്തത്തിൽ അഫലാ യതദബ്ബറൂന ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഇതിൽ ഈ ഖുർആനിൽ നിങ്ങൾക്ക് യാതൊരു തെറ്റും കാണുവാൻ കഴിയില്ല. ഇത് മറ്റാരുടെയെങ്കിലും ഒരു മനുഷ്യൻ്റെ കൈകളാൽ എഴുതപ്പെട്ടതായിരുന്നുവെങ്കിൽ, ഇതൊരു മനുഷ്യൻ്റെ കൈകൾ കൊണ്ട് എഴുതപ്പെട്ടതായിരുന്നെങ്കിൽ ഇതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുമായിരുന്നു എന്ന് ഖുർആൻ പറയുമ്പോൾ ഖുർആൻ ഇവിടെ വ്യക്തമാക്കുന്നത് ഈ ഖുർആൻ എന്നാൽ അവസാന കാലഘട്ടം വരെയുള്ള ആളുകൾക്കുള്ള സന്ദേശമാണെന്നും ഈ ഖുർആനിൽ യാതൊരു വൈരുദ്ധ്യവും കാണാൻ കഴിയില്ല എന്നും ഈ ഖുർആൻ ഏറ്റവും ചെറുത് മുതൽ വലുതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഖുർആൻ പറയുന്ന ഏറ്റവും ചെറുത് മുതൽ വലുതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ശക്തമാണെന്നും സുശക്തമാണെന്നും ഇതിൽ യാതൊരു തെറ്റുകളും നിങ്ങൾക്ക് കാണുവാൻ കഴിയില്ല എന്നുമുള്ള ഗ്യാരണ്ടിയാണ് ഖുർആൻ ഇതിലൂടെ തരുന്നത്. ഖുർആൻ എല്ലാ തരത്തിലും ലോകത്തിന് മാനവരാശിക്ക് തുറന്നു കാണിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കുക എന്നാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളാണ് അവൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ചരിത്രത്തിൽ കുളിമുറി മുതൽ കിടപ്പുറ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുപോലെ രേഖപ്പെടുത്തപ്പെട്ട മറ്റൊരാളുടെയും ജീവിതമില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ലാതെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഏറ്റവും ചെറുത് മുതൽ വലുതുവരെയുള്ള എല്ലാ കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സ്വകാര്യമായ മേഖലകളെക്കുറിച്ചും പോലും ഖുർആൻ വ്യക്തമായ ഹദീസുകളിൽ ആ പ്രവാചകൻ്റെ ജീവിതം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ലോകത്ത് മറ്റേതെങ്കിലും ആദർശ നേതാക്കന്മാരുടെ ഇന്ന് നാം ബഹുമാനിച്ചു കൊണ്ടിരിക്കുന്ന, ഇന്ന് നാം ആദരിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ജീവിതം ഇതുപോലെ എഴുതപ്പെടുമായിരുന്നെങ്കിൽ അവരൊന്നും ഇന്ന് നാം നൽകുന്ന ബഹുമാനങ്ങൾക്ക് അർഹരാവുമായിരുന്നില്ല. അത്രത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എല്ലാ തരത്തിലും എല്ലാ രീതിയിലും എഴുതപ്പെട്ട പ്രവാചകൻ്റെ ജീവിതം നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ട്. ഖുർആൻ കഴിഞ്ഞാൽ ആ ജീവിതം നിങ്ങളുടെ കൈകളിൽ ഏന്തുക എന്നാണ്, ആ ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിലൊരു പുഴുക്കുത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം ആ പ്രവാചകനാണ്
ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയായിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത് എന്ന്. ആ പ്രവാചകൻ്റെ ജീവിതം നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ഉത്തമമായ മാതൃകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അതിൽ അവനൊരു പുഴുക്കുത്തും കാണാൻ കഴിയില്ല. മൈക്കൽ എച്ച് ഹാർട്ട് താൻ എഴുതിയ The 100 most influential personalities in the history of mankind, ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചലിച്ച 100 പേരെന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒന്നാമതായി എഴുതിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരായിരുന്നു. മൈക്കൽ എച്ച് ഹാർട്ട് ഒരു ആസ്ട്രോഫിസിഷ്യൻ ആയിരുന്നു. അദ്ദേഹം അതിന് പുറമെ ഒരു ആൻറ്റി ഇസ്ലാമിസ്റ്റ് ആയിരുന്നു. ഇസ്ലാമിനെ എതിർത്ത അദ്ദേഹത്തിന് പോലും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ അദ്ദേഹത്തെ എത്തിച്ച ഉത്തരം, ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനം ലഭിച്ച, സ്വാധീനത്തിന് അർഹനായത്, ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവങ്ങൾക്ക് ചരിത്രമൊരുക്കിയ പുരുഷൻ, അതും സമാധാന വിപ്ലവത്തിന് ചരിത്രമുറക്കിയ ഏക മനുഷ്യൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്നാണ്. അതിന് അദ്ദേഹം പറഞ്ഞത്, മുഹമ്മദിനെ എൻ്റെ 100 ആളുകളിൽ ഒന്നാമതാക്കുവാനുള്ള എൻ്റെ ചോയ്സ് നിങ്ങളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയേക്കാം. എന്നാൽ ഭൗതികപരമായും മതപരമായും ലോകത്ത് ഏതെങ്കിലും മനുഷ്യൻ ഏറ്റവും ഉന്നതിയിലെത്തിയിട്ടുണ്ടെങ്കിൽ, ഏറ്റവും വലിയ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് മാത്രമാണ് എന്ന് തുറന്നടിക്കുകയാണ് മൈക്കൽ എച്ച് ഹാർട്ട്. ഇതിലൂടെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന ഖുർആനിൻ്റെ പ്രഖ്യാപനം എത്രയോ ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും കൂടുതൽ തൻ്റെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടത് ആ പ്രവാചകൻ്റെ ജീവിതമാണെന്ന് രക്ഷ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുക വഴിയാണ് ഒരു മുസ്ലിം അവൻ പരലോക രക്ഷയിലേക്ക് എത്തുന്നത്. ഖുർആനിന് ശേഷം ആ ഖുർആനിനെയും സുന്നത്തുകളെയും അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ അടിസ്ഥാന നന്മകൾ, ഇസ്ലാമിൻ്റെ അടിസ്ഥാന നന്മകളുണ്ട്. ഇസ്ലാം ഒന്നാമതായി പറയുന്നത്, ലോകത്തേക്ക് വന്ന പ്രവാചകന്മാരിൽ എല്ലാ പ്രവാചകന്മാരും ആദ്യമായി ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞത് 21-ാം അധ്യായമായ സൂറത്തുൽ അംബിയായിലെ 25-ാം സൂക്തത്തിൽ ഖുർആൻ പറയുന്നു, അല്ലാഹു പറയുന്നു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നിനക്ക് മുമ്പ് ഇറക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരും പ്രധാനമായും ലോകത്തിന് മുന്നിൽ എത്തിച്ചു കൊടുക്കാൻ ശ്രമിച്ച ആദർശം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. നിന്നെ സൃഷ്ടിച്ച് നിന്നെ പരിപാലിക്കുന്ന, ലോകത്തുള്ള ഓരോ ജന്തുക്കളെയും സൃഷ്ടിച്ച് ലോകത്തുള്ള ഈ പ്രപഞ്ചത്തെ മൊത്തം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നിന്റെ രക്ഷിതാവിനെ വിളിച്ച് മാത്രമേ നീ ആരാധിക്കുവാൻ പാടുള്ളൂ എന്ന ആദർശം മുന്നോട്ട് വെക്കുവാനായിട്ട്, ആ ആദർശം ലോകത്തിന് മുന്നിൽ എത്തിച്ചു കൊടുക്കുവാനായിട്ടാണ് എല്ലാ പ്രവാചകന്മാരും ഇറക്കപ്പെട്ടത് എന്ന്. ആ പ്രവാചകന്മാർ പ്രഥമമായി പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹയായിരുന്നു. ആ പ്രവാചകന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹയിലൂടെ ലോകർക്ക് മുന്നിൽ എത്തിച്ചു കൊടുക്കാൻ ശ്രമിച്ചത്, നിന്റെ രക്ഷിതാവ് ഒരു ഇലാഹുണ്ടെന്നും ആ ഇലാഹിനെ മാത്രം നീ വിളിച്ച് ആരാധിക്കുവാൻ പാടുള്ളൂ എന്നും ആ ഇലാഹിനോടുള്ള പൂർണ്ണമായ സമർപ്പണത്തിലൂടെ മാത്രമേ നീ മുസ്ലിം ആവുകയുള്ളൂ എന്നും ആ സമർപ്പണം വഴി നീ നിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ തഖ്വയുണ്ടാക്കുകയാണെന്നും അതുവഴി നീ ഏത് ഇരുട്ടിൻ്റെ ഗോപുരത്തായിരുന്നാലും, ഏത് രാത്രിയുടെ പാതിരാത്രി ആയിരുന്നാലും, ലോകത്തന്നെ ആരും കാണുന്നില്ല എന്ന ബോധം എൻ്റെ മനസ്സിലേക്ക് കടന്നു കയറുമ്പോൾ പോലും എൻ്റെ അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്ന്, എൻ്റെ അള്ളാഹു എൻ്റെ സംസാരം കേൾക്കുന്നുവെന്ന്, ഞാൻ കേൾക്കുന്നതും ഞാൻ കാണുന്നതും അവൻ കാണുന്നുണ്ടെന്നും, എൻ്റെ മനസ്സിലൂടെ കടന്നു ചെല്ലുന്നത് പോലും അവൻ കാണുന്നുണ്ടോ എന്നുമുള്ള ബോധം എൻ്റെ മനസ്സിലുണ്ടാകുമ്പോൾ എനിക്ക് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും, എൻ്റെ ജീവിതം നന്മകൾ കൊണ്ട് നിറക്കാൻ കഴിയും. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. ഏകനായ സൃഷ്ടാവിലുള്ള ആരാധനയിലൂടെ, അവനെ മാത്രം വിളിച്ച് ഉള്ള പ്രാർത്ഥനയിലൂടെ. 2-ാം അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 21-ാം സൂക്തം, യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിന്നെയും നിന്റെ മുന്നുള്ളവരെ എല്ലാവരെയും സൃഷ്ടിച്ച അവരെ പരിപാലിക്കുന്ന നിന്റെ രക്ഷിതാവിനെ വിളിച്ച് മാത്രം നീ ആരാധിക്കുക. ലഅല്ലക്കും തത്തഖൂൻ. അവർ സൂക്ഷ്മത പാലിക്കുന്നവരായി തീരാൻ, നീ സൂക്ഷ്മത പാലിക്കുന്നവനായി തീരാൻ. അപ്പോൾ ഇസ്ലാമിൻ്റെ ഏകദൈവാരാധന എന്ന കോൺസെപ്റ്റിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം നിന്റെ മനസ്സ് തഖ്വയുള്ളതായി തീരാൻ,
സൂക്ഷ്മത പാലിക്കുന്നതായി തീരാൻ. നിന്റെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതുപോലെ ഏത് കൂരിരുട്ടിലും എൻ്റെ അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ബോധമുണ്ടാക്കി തീർക്കാൻ. ഫഹൽ അൻതും മുൻതഹൂൻ എന്ന ആയത്തിറങ്ങിയപ്പോൾ തൻ്റെ വീടുകൾക്കുള്ളിൽ വെച്ചിരുന്ന കള്ളിൻ്റെ കോപ്പകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ സ്വഹാബികൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, അതിനൊരു ദിവസം മുമ്പ് വരെ അവർ കള്ള് കുടിയിൽ ഭ്രമിച്ചവരായിരുന്നുവെന്ന്. മദ്യപാനം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്ന ഒരു സമുദായം. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് നിർത്താനായില്ലേ എന്ന ആയത്തിറങ്ങിയപ്പോൾ എല്ലാം വലിച്ചെറിയുന്ന ഒരു മനസ്സ് അവരുടേതാക്കി മാറ്റിയത്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അനുസൃതമായി അവരുടെ ജീവിതം മാറ്റിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ കലിമത്തു തൗഹീദായിരുന്നു. അതവരുടെ മനസ്സുകൾക്ക് നൽകിയ ശക്തിയായിരുന്നു. അതവരുടെ മനസ്സുകളെ മാറ്റിയിരുന്നത് അങ്ങനെയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് രാത്രിയിൽ എൻ്റെ ഉമ്മ മകളോട് എൻ്റെ പാലിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ കച്ചവടം കൂടുമെന്നും ആർക്കും അറിയാൻ കഴിയുന്ന എന്നും ചൊയയിൽ പോലും വ്യത്യാസമുണ്ടാകില്ല എന്നും പറഞ്ഞപ്പോൾ അതൊന്നും ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ ഇതിൻ്റെ പേരിൽ നാളെ കോടതിയിൽ, അള്ളാഹുവിൻ്റെ കോടതിയിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്നും അതിന് ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ മകൾ, ആ മകളുടെ മനസ്സിലുണ്ടായിരുന്നത് അള്ളാഹുവിലുള്ള പൂർണ്ണമായ തഖ്വയായിരുന്നു. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നതുകൊണ്ട് ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന മാറ്റം അതാണ്. അതിനുശേഷം ഇസ്ലാം പഠിപ്പിക്കുന്നത് ഏകതയാണ്. ഖുറാനിലെ 49-ാം അധ്യായമായ സൂറത്തുൽ ഹുജറാത്തിലെ 13-ാം സൂക്തത്തിൽ يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. അല്ലയോ ജനങ്ങളെ, നിങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ഒരു മാതാവിൽ നിന്നും ഒരു പിതാവിൽ നിന്നുമാണെന്നും നിങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. നിങ്ങൾ തമ്മിൽ കറുത്തവനെന്നോ വെളുത്തവനെന്നോ, നിങ്ങൾ തമ്മിൽ ശക്തനെന്നോ അശക്തനെന്നോ, നിങ്ങൾ തമ്മിൽ പാവപ്പെട്ടവനോ പണക്കാരനോ എന്നുള്ള യാതൊരു വ്യത്യാസവുമില്ല. നിങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നിങ്ങൾ വ്യത്യസ്തരാകുന്നത് നിങ്ങളുടെ ഇബാദത്തുകൾ കൊണ്ടാണെന്നും നിങ്ങളുടെ ഇബാദത്തുകൾ കൊണ്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഉന്നതരാകുന്നു എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നത് ലോകത്തിൻ്റെ ഏറ്റവും വലിയ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാതിരുന്നൊരു കാലത്ത് അവർക്ക് മുന്നിൽ എത്തിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ഉദ്ദേശമാണ്, നിങ്ങൾ ചെയ്യുന്ന നന്മയാണ്, നിങ്ങളുടെ തഖ്വയാണ് നിങ്ങളെ മാറ്റി നിർത്തുന്നത്. അല്ലാതെ നിങ്ങളുടെ തൊലി നിറമോ നിങ്ങളുടെ ശക്തിയോ നിങ്ങളുടെ ധനമോ അല്ല നിങ്ങളെ മാറ്റി നിർത്തുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങളാണെന്ന് പഠിപ്പിക്കുക വഴി ലോകത്തിന് ഉത്തംഗമായ മാതൃകയായി തീരുകയാണ് അന്നത്തെ ജനത ചെയ്തത്. ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് പോലും കേരളത്തിൽ ലോകത്ത് തന്നെ ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് പോലും കറുത്തവനായതിൻ്റെ പേരിൽ അവൻ ശിക്ഷക്കർഹനാകുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് പോലും പല രാജ്യങ്ങളിലും ഹാർപ്പർ ലീ എഴുതിയ ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്ന പുസ്തകത്തിൽ ആ 1960-കളുടെ കാലഘട്ടം വളരെ കൃത്യമായി പറഞ്ഞു തരുന്നു. അന്ന് തെറ്റ് ചെയ്തവൻ വെളുത്തവനാണെങ്കിലും വെളുത്തവൻ കറുത്തവനെ അടിച്ചാൽ അതിൻ്റെ പേരിൽ ശിക്ഷ ലഭിക്കുന്നവനെ അത് കറുത്തവനാകുമെന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അന്ന് ആ കറുത്തവന് വേണ്ടി വാദിക്കുന്നവരാരായാലും വേണ്ടില്ല, എത്ര വലിയ വക്കീൽ വാദിച്ചാലും എത്ര തെളിവുകൾ അവർക്ക് അനുകൂലമായി വന്നു തീർന്നാലും കറുത്തവൻ ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായിരുന്ന 40-50 വർഷങ്ങൾക്ക് മുമ്പുള്ള ലോകത്തിൻ്റെ അവസ്ഥയാണെന്ന് അന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പ്രഖ്യാപിച്ചു. നീ കറുത്തവനാകട്ടെ, നീ വെളുത്തവനാകട്ടെ, നീ യാതൊരു വ്യത്യസ്തനുമല്ല. നിന്റെ വ്യത്യാസം നിന്റെ കർമ്മത്തിലാണെന്നും നീ നമസ്കരിക്കുമ്പോൾ പോലും നിന്റെ യജമാനൻ, നിന്റെ ഇമാമായി നിൽക്കുന്നവൻ അവനൊരു കറുത്ത നീഗ്രോ ആണെങ്കിൽ പോലും നീ അവനെ അനുസരിച്ച് ജീവിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തത് ഉത്തംഗമായ മാതൃകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കറുത്ത അടിമയായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യയുടെ കുത്തിനും അടിക്കും പ്രഹരങ്ങൾക്കും പാത്രമായിരുന്ന, തനിക്ക് വേണ്ടതെല്ലാം തൻ്റെ മേൽ ചെയ്തിരുന്ന ഒരു അടിമ സമ്പ്രദായം, ഒരു അടിമയായിരുന്ന ബിലാലിനെ
ലോകത്തെ എല്ലാവരും തിരിഞ്ഞ് നമസ്കരിക്കുന്ന ആ കിബിലയുടെ മുഅദ്ദിനായി നിയമിച്ച ഇസ്ലാം അതിലൂടെ കാണിച്ചു തന്നത് കറുത്തവനാവട്ടെ വെളുത്തവനാകട്ടെ നീ നിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഏറ്റവും ഉന്നതനായി തീരുന്നു എന്നാണ്. നീ ഒരു അടിമയെ നീ കൊന്നു കളഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലുമെന്നും നീ ഒരു അടിമയെ അംഗവിച്ഛേദനം ചെയ്താൽ നിന്നെയും ഞാൻ അംഗവിച്ഛേദനം ചെയ്യുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അവിടെ 1400 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ജനതയുടെ മനസ്സുകളിൽ ഉണ്ടായിരുന്ന ആ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയുകയായിരുന്നു ഇസ്ലാം ചെയ്തത്. അതിലൂടെ അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏകത. പിന്നീട് ഇസ്ലാം പഠിപ്പിക്കുന്നത് നീതിയാണ്. അഞ്ചാം അധ്യായമായ സൂറത്തുൽ മാഇദയിലെ 135 സൂക്തം, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൻ്റെ മുന്നിൽ സാക്ഷ്യം നിൽക്കുന്നവരായിരിക്കെ നിങ്ങൾ നീതിയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം. നിങ്ങൾ നീതി ചെയ്യണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം. അത് ആരുമാകട്ടെ, പറഞ്ഞതുപോലെ ആരുമാകട്ടെ, കറുത്തവനോ വെളുത്തവനോ, ശക്തനോ അശക്തനോ, പണക്കാരനോ പാവപ്പെട്ടവനോ ആവട്ടെ, നീതിയുടെ കാര്യത്തിൽ എല്ലാവരും ഒരുപോലെയാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഇസ്ലാം അവിടെ പറയുന്നത്, അവിടെ നിങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല നീതിയുടെ കാര്യത്തിൽ. കാരണം നിങ്ങളുടെ ഇടയിൽ നീതിയിൽ ഞാനൊരു തെറ്റ് കാണിച്ചാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള ബോധം അതവരുടെ മനസ്സിനെ മാറ്റിയിരുന്നു. അതവരുടെ മനസ്സുകൾക്ക് മാറ്റം വരുത്തി. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്, നീതി കാണിക്കണമെന്ന്. നീതി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണമെന്ന്. നിങ്ങളുടെ മക്കളുടെ ഇടയിലായാലും നിങ്ങളുടെ ഭാര്യമാരുടെ ഇടയിലായാൽ പോലും നിങ്ങൾ നീതിയിൽ അധിഷ്ഠിതമായി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക വഴി മാത്രമേ നിൻ്റെ ജീവിതം സംശുദ്ധീകരിക്കാൻ നിനക്ക് കഴിയുകയുള്ളൂ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഒരു വലിയ കുടുംബത്തിലെ ഒരു കുലപതിയായിരുന്ന ഒരു സ്ത്രീ ഒരു മോഷണം ചെയ്യുകയും ആ മോഷണത്തിലൂടെ അവർ പിടിക്കപ്പെടുകയും നീതിയുടെ കോടതി അവരെ ശിക്ഷയ്ക്ക് അർഹയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ അവർ കുലജാതയാണെന്നും അത് ഇവരുടെ കുടുംബത്തിന് ഈ ശിക്ഷ അവരുടെ കുടുംബത്തിൻ്റെ അന്തസ്സിനെ ബാധിക്കുമെന്ന് പേടിച്ച കുടുംബക്കാർ പ്രവാചകൻ്റെ അടുക്കലേക്ക് ഉസാമ റളിയല്ലാഹു അൻഹുവിനെ അയച്ചത് നമുക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഭിതനായിക്കൊണ്ട് എഴുന്നേറ്റ് നിന്ന് തൻ്റെ കണ്ണുകൾ ചുവന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചു, എൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ, എൻ്റെ മകൾ ഫാത്തിമയാണ് മോഷണം ചെയ്തതെങ്കിൽ അവളുടെ കൈകൾ ഞാൻ വെട്ടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കാണിച്ചു തന്നത് ഇസ്ലാം നീതിയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന മതമാണെന്ന സത്യമാണ്, എന്ന പ്രഖ്യാപനമാണ്. അവിടെ ആരുമാകട്ടെ അന്നത്തെ രാജ്യനിയമം അനുസരിച്ച് പ്രവാചകൻ്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു രാജകുമാരിയാണ്. എൻ്റെ മകൾ തെറ്റ് ചെയ്താൽ അവളുടെ കൈകൾ ഞാൻ വെട്ടുക തന്നെ ചെയ്യുമെന്ന പ്രഖ്യാപനത്തിലൂടെ നീതിയുടെ ഏറ്റവും വലിയ മാതൃക കാണിച്ചു തരികയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അവിടെ ആരുമാകട്ടെ അവർ തമ്മിൽ നീതിയുടെ കാര്യത്തിൽ നീതിയുടെ കോടതിയിൽ അവരെല്ലാം ഒന്നാണെന്നും തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടുമെന്നും അവിടെ തെറ്റ് ചെയ്യാത്തവൻ വെറുതെ വിടപ്പെടുമെന്നും പറഞ്ഞുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് നീതിയാണ്, നീതിയിൽ അധിഷ്ഠിതമായ ജീവിതമാണ്. ഈ ഇസ്ലാം പഠിപ്പിക്കുന്നത് നന്മയാണ്, സമാധാനമാണ്, തൻ്റെ രക്ഷിതാവായ അള്ളാഹുവിലേക്കുള്ള സമർപ്പണമാണ്. ഇതെല്ലാം പഠിപ്പിക്കുന്ന ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എങ്ങനെ ഭീകരവാദം പ്രചരിപ്പിക്കും? ഇസ്ലാമിന് എങ്ങനെയാണ് നിൻ്റെ അയൽവാസിയെ, നിൻ്റെ കൂട്ടുകാരനെ അവൻ മറ്റൊരു മതക്കാരനാണ് എന്നതിൻ്റെ പേരിൽ മാത്രം അവനെ കൊന്നുകളയാൻ കഴിയുക? ഇസ്ലാം അത് പഠിപ്പിക്കുന്നില്ല. ഇസ്ലാം പറയുന്നത് മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. സൂറത്തുൽ മാഇദ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 32-ാം സൂക്തം. ഖുർആൻ പറയുന്നു, നീ ഒരാളെ കൊന്നാൽ
നീ ഒരാളെ കൊന്നാൽ ഈ ലോകത്തുള്ള എല്ലാവരെയും കൊന്നതിന് തുല്യമാണെന്ന്. നീ യാതൊരു കാരണവുമില്ലാതെ, നീ ഒരു രാജ്യത്തിൻ്റെ നിയമത്തിൽ അധിഷ്ഠിതമായി കൊണ്ടല്ലാതെ, നിയമം തീരുമാനിക്കാതെ ഒരാളെ ആരെങ്കിലും തന്നിഷ്ടപ്രകാരം കൊന്നുകളഞ്ഞാൽ അത് ലോകത്തുള്ള എല്ലാവരെയും കൊന്നതിന് തുല്യമാണെന്നും, നീ ഒരാളെ രക്ഷിച്ചാൽ, ഒരാൾക്കെങ്കിലും നീ രക്ഷ നൽകിയാൽ, ഒരാളെങ്കിലും നീ ബുദ്ധിമുട്ടിൽ നിന്ന്, വേദനയിൽ നിന്ന് രക്ഷിച്ചാൽ നീ ലോകത്തുള്ള എല്ലാവരെയും രക്ഷിച്ചതിന് തുല്യമാണെന്നും പഠിപ്പിച്ചത് ഇസ്ലാമാണ്. ആ ഇസ്ലാമിന് ഭീകരവാദം പ്രചരിപ്പിക്കാൻ കഴിയില്ല. ഇസ്ലാം ഒരിക്കലും ഒരാളുടെയും ചോര ചിന്താൻ സമ്മതിക്കില്ല. അവൻ എന്നും എന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാം അവിടെ പറയുന്നില്ല നീ ഒരു മുസ്ലിമിനെ കൊന്നാലെന്ന് പറയുന്നില്ല. ഇസ്ലാം പറയുന്നത് നീ ഒരു ആളെ കൊന്നാൽ, നീ ഒരു ശരീരത്തെ വേദനിപ്പിച്ചാൽ കൊന്നാൽ എന്നാണ്. ഒരാളെപ്പോലും നീ കൊല്ലാൻ പാടില്ല എന്ന്. അത് മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ, എത്ര താഴ്ന്ന ജാതിക്കാരനുമാവട്ടെ, ആരുമാവട്ടെ, നീ അവനെ കൊല്ലുവാൻ പാടില്ല. നീ ഒരാളെ കൊന്നു കളഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരെയും കൊന്നതിന് തുല്യമാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. ഇസ്ലാം ഒരു ആളെ വാളെടുക്കാൻ സമ്മതിക്കുന്നില്ല. ഒരാൾക്ക് വാളെടുത്തുകൊണ്ട് തൻ്റെ ഇഷ്ടപ്രകാരം മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ കൊന്നു കളയാനോ ഉള്ള സമ്മതം ഇസ്ലാം നൽകുന്നില്ല. ഇസ്ലാം ഒരു രാഷ്ട്രത്തെ മാത്രമേ വാളെടുക്കാൻ സമ്മതിക്കുന്നുള്ളൂ. ഒരു രാഷ്ട്രത്തെ മാത്രം തനിക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ തനിക്ക് ഒരു രാഷ്ട്രമെന്ന രീതിയിൽ ഔദ്യോഗികമായി തീരുമാനമെടുത്തുകൊണ്ട് മറ്റുള്ളവർക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടേണ്ട ഒരു അവസ്ഥയുണ്ടാകുമ്പോൾ മാത്രമേ വാളെടുക്കാൻ പാടുള്ളൂ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. മക്കയിലെ 13 വർഷത്തെ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അനുയായികൾക്കും ഏൽക്കേണ്ടി വന്ന പ്രഹരങ്ങൾക്ക് കയ്യും കണക്കുമില്ല. തൻ്റെ കൂട്ടക്കാരെ പോലും വളരെ ദയനീയമായ രീതിയിൽ കൊന്നു കളഞ്ഞൊരവസ്ഥ വിശേഷം ഉണ്ടായപ്പോൾ പോലും അവിടെ ശക്തരായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, അവിടെ ശക്തരായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ശക്തരായ പടയാളികൾ ഇസ്ലാമിനുണ്ടായപ്പോൾ പോലും ഇസ്ലാം അവിടെ വാളെടുക്കാൻ അനുവദിച്ചിട്ടില്ല. അതിനർത്ഥം ഇസ്ലാം ഒരു മനുഷ്യനെ തൻ്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ഒരാളെയും വേദനിപ്പിക്കാനോ ഒരാളുടെയും ചോര ചിന്തുവാനോ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഈ ഇസ്ലാമിന് എങ്ങനെയാണ് തീവ്രവാദം പ്രചരിപ്പിക്കാൻ കഴിയുക? നാം മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇസ്ലാമിക് ടെററിസം എന്നൊരു സാധനം ഇല്ലായിരുന്നു ലോകത്ത്. ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് വരെ, 50 വേണ്ട 40 വർഷങ്ങൾക്ക് മുമ്പ് വരെ ലോകത്ത് ഇസ്ലാമിക് ടെററിസം എന്ന സാധനം വന്നിട്ട് അര നൂറ്റാണ്ട് പോലും ആയിട്ടില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന് 1350 വർഷങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള തീവ്രവാദത്തിൻ്റെ ലാഞ്ചന പോലും ആ ആദർശത്തിൽ ഉണ്ടായിട്ടില്ല. തീവ്രവാദത്തിൻ്റെ മതമെന്ന് ആ മതം ഒരിക്കലും വിളിക്കപ്പെട്ടിട്ടില്ല. ഇസ്ലാം 50 വർഷമായിട്ടുള്ളൂ ഇസ്ലാമിൻ്റെ പേരിൽ ഈ ഒരു കുപ്രചരണം തുടങ്ങിയിട്ട്. ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥം എങ്ങനെയാണ്, ആ ഗ്രന്ഥം അനുസരിച്ച് ആ ഗ്രന്ഥം തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് അന്ന് മുതൽ ഇന്ന് വരെയുള്ള ജനത എന്തുകൊണ്ട് തീവ്രവാദം തൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ തൻ്റെ കൂട്ടക്കാരനെ, തൻ്റെ അയൽവാസിയെ, തൻ്റെ കുടുംബക്കാരനെ തന്നെ അവൻ തൻ്റെ ആദർശത്തിൻ്റെ വക്താവല്ല എന്നതുകൊണ്ട് മാത്രം അവൻ്റെ ചോര ചിന്താൻ മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കുക എങ്ങനെയാണ്? എന്തുകൊണ്ട് അങ്ങനെ അവർ ചെയ്തില്ല? എന്തുകൊണ്ട് അന്ന് വരെയുള്ള ജനത അങ്ങനത്തെ അതിലേക്ക് കടന്നില്ല? അതിനർത്ഥം ഇസ്ലാം അങ്ങനെ ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാമിനെ ബാനറാക്കി വെച്ചുകൊണ്ട് ഇസ്ലാമിനെ തീവ്രവാദത്തിൻ്റെ മതമെന്ന് ലേബൽ കൊടുത്തുകൊണ്ട് ഇസ്ലാമെന്ന വളർന്നു പന്തലിക്കുന്ന മതത്തെ ഇല്ലാതാക്കുവാനുള്ള ഗൂഢമായ ശ്രമങ്ങളുടെ ഫലം മാത്രമാണത്. പക്ഷെ അതുകൊണ്ട് ഇസ്ലാമിൻ്റെ വളർച്ച നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, മതം പഠിപ്പിക്കുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്നത് ശാന്തിയാണ്, സമാധാനമാണ്. ഒരിക്കലും ഒരാളുടെയും ചോര ചിന്തരുതെന്നും
തന്നെ 23 വർഷം വേദനിപ്പിച്ച് ബുദ്ധിമുട്ടിപ്പിച്ചൊരു സമുദായത്തിന് തൻ്റെ കയ്യിൽ ശക്തിയും പടയാളികളും തൻ്റെ കയ്യിൽ എല്ലാം ഉണ്ടായ സമയത്ത് അവർക്കെല്ലാവർക്കും ഹാദാ യൗമുൽ മർഹമ അൻതും തുലഖാ ഫൈൻദൽ മഖ്ദറ, ഇന്ന് ഇത് കാരുണ്യത്തിൻ്റെ ദിവസമാണ്, നിങ്ങളെല്ലാം സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെല്ലാം മാപ്പ് കൊടുത്ത പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദം പഠിപ്പിക്കുക ഒരിക്കലും അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹം കൊണ്ടുവന്ന ആദർശത്തിന് ഒരിക്കലും തീവ്രവാദത്തിൻ്റെ ലാഞ്ചന പോലും ഉണ്ടാകുവാൻ സാധിക്കില്ല. ആ ഇസ്ലാമിനെ കുറിച്ചാണ്, ആ സമാധാനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ആദർശമായ ഇസ്ലാമിനെ കുറിച്ചാണ് തീവ്രവാദത്തിൻ്റെ മതം എന്ന കുപ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം ആളുകളെ അടിച്ചമർത്തുകയാണെന്നും ഇസ്ലാം ആളുകളുടെ ഉള്ളിൽ തീവ്രവാദത്തിൻ്റെ വിത്തുകളിട്ട് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർക്കൊന്നും കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഇസ്ലാം തീവ്രവാദത്തിൻ്റെ മതമാണെന്ന് അത് തെളിവായി. ഞാൻ പറഞ്ഞു വരുന്നത്, നാം ഇവിടെ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി പടർന്ന് പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുസ്ലിം എന്ന രീതിയിൽ നമ്മുടെ ബാധ്യത ആ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആദർശം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഈ അടുത്ത് കേരളത്തിലെ ഒരു ജില്ലാ കലോത്സവത്തിൽ വെച്ച് നടന്ന ഒരു നാടകമേറെ ചർച്ചാ വിഷയമായി. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇസ്ലാം ചങ്ങലകൾക്കുള്ളിൽ ആളുകളെ ഇട്ട് മൂടുകയാണ് എന്ന് പറയുന്നത്, അതിനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ലോകത്ത് നടക്കുന്ന എത്രയോ ശ്രമങ്ങൾ ഒരു ശ്രമം മാത്രമാണത്. അവിടെ കുപിതരായി അതിനെതിരെ തൻ്റെ കൈകൾ പ്രവർത്തിപ്പിക്കുന്നതിന് പകരം ഇസ്ലാം എന്താണെന്ന് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ നാം ശ്രമിക്കണം. അതിന് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുവാനും അത് അവർക്ക് എത്തിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ചോദ്യോത്തര സെഷനിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. വാഹദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.